നമ്മുടെ വീഡിയോയിൽ ഈ റോസാപ്പൂക്കൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇത് മുഴുവൻ ഒറ്റ റോസുമേ ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് റോസിൻ്റെ കെയറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ ബഡ് റോസ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് വാങ്ങുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബഡ് ഹെൽത്തി ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ബഡ് പിടിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ റൂട്ട് പ്ലാന്റ് ഹെൽത്തി ആണോ എന്നുള്ളതും ശ്രദ്ധിക്കണം. രണ്ടും ഒരുപോലെ ഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നേരെ തന്നെ റിപ്പോർട്ട് ചെയ്യരുത്. അത് നമ്മുടെ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3-4 ദിവസം കുറേശ്ശെ വെയിൽ കൊള്ളിച്ച് ആ വെയിലിൻ്റെ അളവ് കൂട്ടി വെയിലെന്ന് വെച്ചാൽ സൂര്യപ്രകാശം കേട്ടോ, അത് കൂട്ടി കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ ക്ലൈമറ്റായിട്ട് റോസിനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ നമ്മളത് റീപോർട്ടിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ. റോസ് നല്ലോണം വെയിൽ ഇഷ്ടപ്പെടുന്ന, വെള്ളം അധികം ഇഷ്ടപ്പെടാത്ത, ആവശ്യത്തിന് മാത്രം വെള്ളം വേണ്ട ഒരു ചെടിയാണ് റോസ് പ്ലാന്റ്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സും അതിനനുസരിച്ചിട്ടുള്ളതാവണം. മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ്, അങ്ങനെയുള്ളൊരു പോട്ടി മിക്സാണ് ഞാൻ എടുക്കാറുള്ളത്. മണൽ കൂടുതലുണ്ടെങ്കിലാണ് വെള്ളം വളരെ എളുപ്പത്തിൽ ഊർന്നു പോകുള്ളൂ. ചകിരിച്ചോറിൻ്റെയും ചാണകപ്പൊടിയുടെയും അളവ് കൂടിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പോട്ടി മിക്സിൽ കൂടുതൽ വെള്ളം പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റോസ് നശിച്ചു പോകാനും അതിൻ്റെ വേരുകൾ കേടാവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പോട്ടി മിക്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം അളവ് കുറഞ്ഞു പോയാലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസറൊന്നും അതിൽ തങ്ങി നിൽക്കില്ല. മണൽ മാത്രമായാൽ മണലൊന്നും അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും അതുപോലെ തന്നെ മറ്റ് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്താലും അതൊക്കെ പെട്ടെന്ന് തന്നെ ഊർന്നു പോകും. അപ്പോൾ അത് ചെടിക്ക് വലിച്ചെടുക്കാനുള്ളൊരു ടൈം പീരീഡ് അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോട്ടി മിക്സ് ഈ ഒരു അളവിൽ ഉള്ളതാവാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഈക്വൽ എമൗണ്ട് ആയാലും കുഴപ്പമില്ല. മണ്ണ്, ചകിരിച്ചോറ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ പഴകിയ ചാണകപ്പൊടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സിലേക്ക് നമുക്ക് നമ്മുടെ റോസാ ചെടി വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ഫെർട്ടിലൈസേഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബഡ് ചെയ്ത റോസിനാണെങ്കിൽ കേട്ടോ. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സത്ത് വലിച്ചെടുത്തിട്ട് അത് 1-2 ആഴ്ചയൊക്കെ വളർന്നോളും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്, അപ്പോഴാണ് അതിൻ്റെ വേരുകളൊക്കെ ഒന്ന് സെക്യൂറായിട്ട് ചെടി നല്ല രീതിയിൽ പിടിച്ച് കിട്ടുള്ളൂ. അത് പിടിച്ച് കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ഫെർട്ടിലൈസേഷൻ ചെയ്യാനായിട്ട്. നമ്മൾ കൊമ്പ് നട്ട് പിടിപ്പിക്കുന്ന റോസാണെങ്കിലും ആദ്യത്തെ ഒരു 3-4 ദിവസമൊക്കെ ആളെ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് വേരോട്ടം വന്നിട്ട് ചെടി പെട്ടെന്ന് വളർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ അതും ഒരു വളർച്ച എത്തിയതിന് ശേഷം നമുക്കത് പിടിച്ച് കിട്ടും എന്നുള്ളൊരു വളർച്ച ഘട്ടമുണ്ടല്ലോ, അതെത്തിയതിന് ശേഷം വേണം അതും ഇതേപോലെ റീപോർട്ട് ചെയ്യാനായിട്ട്. റീപോർട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു 6-7 മണിക്കൂറൊക്കെ വെയിൽ കിട്ടാവുന്ന സ്ഥലത്തേക്ക് അത് മാറ്റി വയ്ക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. റീപോർട്ട് ചെയ്താലും 2-3 ദിവസം ഷെയ്ഡിൽ വെക്കണം. അതിനുശേഷം നമുക്കിതുപോലെ മുളകളൊക്കെ നല്ല രീതിക്ക് വന്നതിന് ശേഷം വേണം അതിനെ വെയിലത്തേക്ക് വെക്കാനായിട്ട്. അങ്ങനെ വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബഡ് റോസുകൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ അതിന്മേൽ പൂക്കളുണ്ടായിരിക്കും. അപ്പോൾ ആ പൂക്കൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അത് പൂവ് കൊഴിയണോട് കൂടിയിട്ട് അല്ലെങ്കിൽ പൂവ് ഫെയ്ഡായി തുടങ്ങണോട് കൂടിയിട്ട് വേണം അത് നമ്മൾ കൊമ്പ് കോതി കൊടുക്കുക അല്ലെങ്കിൽ വെട്ടി കൊടുക്കുക എന്നൊക്കെ പറയണ ഒരു കാര്യം പ്രൂൺ ചെയ്യാനായിട്ട്. അത് പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ 2 ഇല താഴത്തേക്ക് പ്രൂൺ ചെയ്യണതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ റോസ് സാധാരണ 5 ഇലയാണ് ഒരു തണ്ടുമ്മ ഉണ്ടാവുക. ആ 5 ഇലകൾ കഴിയുമ്പോൾ മുട്ട് വരനോട് കൂടിയിട്ടാണ് അത് 3 എണ്ണമായിട്ട് മാറുക. അങ്ങനെ ആ 3 ഇല ആകുന്ന തണ്ടുമെന്ന് വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട്. അതിൻ്റെ താഴത്തേക്കാണ് പുതിയ മുകുളങ്ങൾ ഉണ്ടാവുക. പുതിയ മുകുളങ്ങളിലാണ് നമുക്കെപ്പോഴും മുട്ടുകൾ ഉണ്ടായി കിട്ടുക. അപ്പോൾ അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട്. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഈവനിങ് ടൈമിൽ പ്രൂൺ ചെയ്യണതാണ് സമ്മർ സീസണിൽ നല്ലത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു
ചെറിയൊരു രാത്രിയിലത്തെ തണുപ്പുകൊണ്ട് അതൊന്ന് വാടി ഇതാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിൽ കൂടുമ്പോൾ അതിന് ഉണക്കം തട്ടാനുള്ള സാധ്യതയുണ്ട്. അത് തട്ടുമ്പോൾ അതോട് കൂടിയിട്ട് തന്നെ ആ ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോവാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൂണിങ്ങിൻ്റെ സമയത്ത് അതുപോലെ പ്രൂൺ ചെയ്ത തണ്ടിലേക്ക് വെള്ളം വീഴാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണതും നല്ലതാണ്. അങ്ങനെ പ്രൂൺ ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് അത് വെയിലത്തേക്ക് റീപോട്ടിങ്ങിന് ശേഷം പ്രൂൺ ചെയ്യണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് പുതിയ മുകുളങ്ങളൊക്കെ വന്ന് പുതിയ റോസപ്പൂക്കൾ ഉണ്ടായി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു റോസപ്പൂവ് വിരിഞ്ഞ് അത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 20 ഡേയ്സ്, അതായത് റോസിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഉയർന്നും താന്നും വരുന്നൊരു ഗ്രാഫാണ്. ഫുൾ ടൈം ബ്ലൂമിങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ റോസിനില്ല. അപ്പോൾ അത് ഒരു ഹൈ ലെവലിൽ എത്തിയ എല്ലാ റോസപ്പൂക്കളും വിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ ഒരുമിച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഗ്രാഫ് വീണ്ടും താഴത്തേക്ക് താഴും. അത് കഴിയുമ്പോൾ വീണ്ടും പുതിയ മുകളങ്ങൾ വന്ന് അത് വീണ്ടും നല്ലൊരു ഫ്ലവറിങ് നമുക്ക് തരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രൂൺ ചെയ്തിട്ട് പിന്നീട് മുട്ടുകൾ വരാനായിട്ട് ഒരു 20-25 ദിവസം പിടിക്കും. അപ്പോൾ അതിൽ നമുക്ക് പ്രൂണിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൂണിങ്ങിന് മുൻപ് തന്നെ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാം. നൈട്രജൻ വളങ്ങൾ, അതായത് നമ്മുടെ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റോ കിച്ചൺ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണക കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കമ്പോസ്റ്റുകൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പ്രൂൺ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ആ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ചെടിയുടെ കടയ്ക്കുള്ള വേരുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് അനക്കി കൊടുത്തിട്ട് ഇടണതാണ് നല്ലത്. എന്താ വെച്ചാൽ എപ്പോഴും വളങ്ങൾ വലിച്ചെടുക്കുക പുതിയ വെള്ള വേരുകളാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചിക്കി മാന്തിയിട്ട് മണ്ണൊന്ന് ഇളക്കിയിട്ട് കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് ചെടി അബ്സോർബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് അനക്കിയിട്ട് അല്ലെങ്കിൽ ചെനക്കിയിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കുക. വളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നനയ്ക്കാൻ മറക്കരുത്. അതിന് ശേഷമാണ് നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ പ്രൂൺ ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് പുതിയ മുകുളങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ നിന്ന് നമുക്ക് ഒരു 6-7 ദിവസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി നൈട്രജൻ വളങ്ങൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നല്ല ശക്തിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മുകുളങ്ങൾ ഉണ്ടാവുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുകുളങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കിട്ടുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമെയാണ് കൂടുതൽ മുട്ടുകൾ വരുള്ളൂ. അതുപോലെ തന്നെ മുട്ട് വലിപ്പത്തിലും ഭംഗിയിലൊക്കെ വരാനായിട്ട് നമുക്ക് പ്ലാന്റിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2 പ്രാവശ്യമാണ് നമ്മൾ നൈട്രജൻ വളങ്ങൾ കൊടുക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ, അതായത് പഴത്തൊലി, മുട്ടത്തൊണ്ട്, ചാരമൊക്കെ ഉപയോഗിക്കുമ്പോൾ അളവ് വളരെ കുറച്ച് ഉപയോഗിക്കാവൂ കേട്ടോ. അധികമായി കഴിഞ്ഞാൽ വേരുകൾക്കൊക്കെ കുഴപ്പം പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊരു 7 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നൈട്രജൻ വളം കൊടുത്തു. അവിടെ നിന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്തത്. അവിടെ നിന്ന് 20-25 ദിവസമാണ് പിന്നീട് നമുക്കുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ 7 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ നൈട്രജൻ വളങ്ങൾ കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ബനാന പീല്, മുട്ടത്തോട്, ഉള്ളിത്തൊണ്ട് എന്നൊക്കെ പറയണ അങ്ങനത്തെ വളങ്ങൾ നമുക്ക് 2 പ്രാവശ്യം കൊടുക്കാം. 7 ദിവസം കഴിയുമ്പോൾ കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് ഒരു 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബഡ്സൊക്കെ വന്ന് തുടങ്ങും. ബഡ്സ് വന്ന് തുടങ്ങിയാൽ ചെടി അനക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ആ ബഡ്സ് വന്ന് അത് ഫ്ലവറിങ് കഴിയുമ്പോൾ ഫ്ലവേഴ്സ് ഫെയ്ഡായി തുടങ്ങുന്നതോടുകൂടി നമുക്ക് ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. അതായത് 2 പ്രാവശ്യം നൈട്രജൻ വളങ്ങളും 2 പ്രാവശ്യം ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള വളങ്ങളും. ഈ രണ്ടാമത്തെ തരത്തിലുള്ള വളങ്ങൾ, അതായത് പൊട്ടാസ്യം ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസും കൂടിയും കൊടുക്കുന്നത് ചെടികളുടെ കൂടുതൽ കരുത്തുള്ള വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോസിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. വെയിൽ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ വാട്ടറിങ്ങും, വെള്ളം നല്ലോണം വറ്റിക്കഴിഞ്ഞിട്ട് വേണം, അത് ഡ്രൈ ആയതിന് ശേഷം വേണം അടുത്ത വെള്ളം കൊടുക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ.
അഡീനിയത്തിൻ്റെ ധാരാളം സീഡ്സ് കൊടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ തൈകളുണ്ട്. പെറ്റൂണിയ അതുപോലുള്ള മറ്റ് ചെടികളുടെയും വിത്തുകളും ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ വീഡിയോസ് അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.